നമ്മളിൽ പലരും തിയേറ്ററുകളിലിരുന്ന് ഹോളിവുഡ് ക്രൈം ത്രില്ലർ സിനിമകൾ കാണാറുണ്ട്. അതീവ സുരക്ഷിതമായ ഒരു ബാങ്ക്, അവിടുത്തെ കോടിക്കണക്കിന് വിലമതിക്കുന്ന ലോക്കറുകൾ, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സുരക്ഷാ സംവിധാനങ്ങൾ, ഇതെല്ലാം തകർത്ത് പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഒരു നിഴൽ പോലെ വന്ന് കോടികളുമായി അപ്രത്യക്ഷമാകുന്ന അതിബുദ്ധിമാനായ ഒരു വില്ലൻ. സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതൊക്കെ സിനിമയിൽ മാത്രമേ നടക്കൂ, യഥാർത്ഥ ജീവിതത്തിൽ ഇതൊന്നും അത്ര എളുപ്പമല്ലെന്ന്. എന്നാൽ സിനിമകളെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ ഒരു തിരക്കഥ പോലെ കൃത്യമായ ആസൂത്രണത്തോടെ യഥാർത്ഥ ജീവിതത്തിൽ ഒരു വൻ കൊള്ള നടന്നാലോ? നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്നതിനും അപ്പുറം ബുദ്ധി ഉപയോഗിച്ച് മാസങ്ങളോളം നീണ്ട അണിയറ പ്രവർത്തനങ്ങളിലൂടെ ഒരു സംഘം ആളുകൾ അത്തരമൊരു ദൗത്യത്തിന് ഇറങ്ങിത്തിരിച്ചു. അവർ ലക്ഷ്യമിട്ടത് ഒരു വൻകിട ബാങ്കിനെയായിരുന്നു. ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ സാധാരണയായി കുറ്റവാളികൾക്ക് എവിടെയെങ്കിലും പാളിച്ചകൾ പറ്റാറുണ്ട്. ഒന്നുകിൽ വെപ്രാളത്തിനിടയിൽ വിരലടയാളം പതിയും, അല്ലെങ്കിൽ CCTVയിൽ മുഖം കൊടുങ്ങും, അതുമല്ലെങ്കിൽ ആരെങ്കിലും അവരെ തിരിച്ചറിയും. എന്നാൽ വിരലടയാള വിദഗ്ധരെയും ഡോഗ് സ്ക്വാഡിനെയും സാങ്കേതിക വിദ്യകളെയും വരെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ഒരു സംഘം കൊള്ള നടത്തിയാലോ? ഒരു വലിയ പസിലിന്റെ കഷ്ണങ്ങൾ പോലെ ചിതറിക്കിടക്കുന്ന നിഗൂഢതകൾ. ഒരു വശത്ത് ഒരു തുമ്പും കിട്ടാതെ ഇരുട്ടിൽ തപ്പുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ, മറുവശത്ത് പോലീസിനേക്കാൾ 2 അടി മുന്നിൽ ചിന്തിക്കുന്ന ഹോളിവുഡ് സിനിമകളെ നെഞ്ചിലേറ്റിയ ഒരു മാസ്റ്റർ മൈൻഡ്. കേരള പോലീസിന്റെ ചരിത്രത്തെ തന്നെ ഡിജിറ്റൽ യുഗത്തിലേക്ക് വഴിതിരിച്ചുവിട്ട, മാധ്യമങ്ങളും ജനങ്ങളും ഒരുപോലെ ഉറ്റുനോക്കിയ ഇന്ത്യൻ ക്രൈം ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും ഉദ്വേഗജനകമായ ആ രാത്രി. കാണാം ഒരു നാൾ ഒരിടത്തൊരിടത്ത്. ഡിസംബർ 31. ലോകം മുഴുവൻ പുതുവത്സരാഘോഷങ്ങളുടെ ലഹരിയിലായിരുന്ന ആ സുപ്രഭാതത്തിലാണ് കേരള പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് ആ ഫോൺ കോൾ വരുന്നത്. മലപ്പുറം ജില്ലയിലെ ചേലാമ്പ്രയിലുള്ള കേരള ഗ്രാമീൺ ബാങ്ക് ശാഖയിൽ ഒരു വൻ കവർച്ച നടന്നിരിക്കുന്നു. സാധാരണ കള്ളന്മാർ ജനൽ കമ്പി മുറിച്ചോ പൂട്ട് തകർത്തോ ആണ് അകത്ത് കയറുന്നത്. എന്നാൽ ഇവിടെ ബാങ്കിന്റെ സ്ട്രോങ് റൂമിന്റെ കോൺക്രീറ്റ് തറ തുരന്ന് കൃത്യമായ പ്ലാനിങ്ങോടെ ഒരു സംഘം അകത്ത് കയറി. അവർ കൊണ്ടുപോയത് എത്രയെന്നോ? വെറും 1-2 കിലോ അല്ല, കൃത്യം 80 കിലോഗ്രാം തങ്കവും 25 ലക്ഷം രൂപയും. വിരലടയാളമില്ല, ദൃക്സാക്ഷികളില്ല, CCTV ദൃശ്യങ്ങളില്ല. കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയ ചേലാമ്പ്ര ബാങ്ക് റോബറിയുടെയും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ജെയ്സൺ എന്ന അതിബുദ്ധിമാനായ മാസ്റ്റർ മൈൻഡിന്റെയും പൂർണ്ണമായ കഥയാണിത്. ഈ കഥയിലെ വില്ലൻ ഒരു സാധാരണ കള്ളനായിരുന്നില്ല. കോട്ടയം സ്വദേശിയായ ജോസഫ് എന്ന ജെയ്സൺ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടിയ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ അതീവ അറിവുള്ള ഒരു അതിബുദ്ധിമാൻ. വൻകിട ബാങ്ക് കൊള്ളകളെ കുറിച്ചുള്ള ഹോളിവുഡ് സിനിമകളും പുസ്തകങ്ങളും അവൻ സ്ഥിരമായി നിരീക്ഷിച്ചു. ഒരു വലിയ കൊള്ളയിലൂടെ ജീവിതം ഒറ്റയടിക്ക് മാറ്റിമറിക്കണമെന്നായിരുന്നു അവന്റെ ലക്ഷ്യം. ഇതിനായി അവൻ ഒരു സംഘത്തെ രൂപീകരിച്ചു. വിശ്വസ്തരായ രാധാകൃഷ്ണൻ, ഷിബു, പിന്നെ തന്റെ പങ്കാളിയായ കനകേശ്വരി. അവർ കേരളത്തിലെ പല ബാങ്കുകളും നിരീക്ഷിച്ചു. ഒടുവിൽ അവരുടെ കണ്ണു പതിഞ്ഞത് ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന ചേലാമ്പ്ര കേരള ഗ്രാമീൺ ബാങ്കിലാണ്. ആ കെട്ടിടത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ബാങ്ക് പ്രവർത്തിച്ചിരുന്നത് 1-ാം നിലയിലാണ്. സുരക്ഷാ ക്രമീകരണങ്ങളിൽ ചില ലൂപ്പ് ഹോളുകൾ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബാങ്കിന്റെ സ്ട്രോങ് റൂമിന്റെ തൊട്ടു താഴെയുള്ള ഗ്രൗണ്ട് ഫ്ലോറിലെ മുറി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു എന്നതാണ്. 2007 ഒക്ടോബർ മാസം ബാബു എന്ന വ്യാജ പേരിൽ ജോസഫ് കെട്ടിട ഉടമയെ സമീപിച്ചു. അവിടെ ഒരു ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റ് തുടങ്ങണമെന്നായിരുന്നു ആവശ്യം. തിരിച്ചറിയൽ രേഖകളായി നൽകിയതെല്ലാം അതീവ വിദഗ്ധമായി നിർമ്മിച്ച വ്യാജവിലാസങ്ങളായിരുന്നു. അഡ്വാൻസ് തുക കൃത്യമായി നൽകി അവർ ആ മുറി വാടകയ്ക്കെടുത്തു. പിന്നീട് അവിടെ നടന്നത് മാസങ്ങൾ നീണ്ട നാടകമായിരുന്നു. റെസ്റ്റോറന്റിന്റെ ഇന്റീരിയർ വർക്കുകൾ നടക്കുകയാണെന്ന് വരുത്തി തീർക്കാൻ വലിയ പ്ലൈവുഡ് ഷീറ്റുകൾ വെച്ച് മുറി പുറത്തുനിന്ന് കാണാത്ത രീതിയിൽ അടച്ചുപൂട്ടി. ഉള്ളിൽ വലിയ ശബ്ദം കേൾക്കാതിരിക്കാൻ അവർ ചില മുൻകരുതലുകൾ എടുത്തു. രാത്രികാലങ്ങളിൽ അവർ മുകളിലെ ബാങ്കിന്റെ സ്ട്രോങ് റൂമിന്റെ കൃത്യമായ സ്ഥാനം തറയിൽ അളന്ന് തിട്ടപ്പെടുത്തി. കോൺക്രീറ്റ് മേൽക്കൂര തുറക്കാനുള്ള ആധുനിക ഗ്യാസ് കട്ടറുകൾ, ഓക്സിജൻ സിലിണ്ടറുകൾ, ഡ്രില്ലിംഗ് മെഷീനുകൾ എന്നിവ ഓരോന്നായി രാത്രികാലങ്ങളിൽ അവർ അകത്തേക്ക് കടത്തി. അവർ കാത്തിരുന്നത് ആ ഒരു ദിവസത്തിനു വേണ്ടിയായിരുന്നു. 2007 ഡിസംബർ 29 ശനിയാഴ്ച ബാങ്ക് അടച്ചു. അടുത്ത ദിവസം ഞായറാഴ്ച. തുടർച്ചയായി 2 ദിവസത്തെ അവധി അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്തതായിരുന്നു.
ഡിസംബർ 30 രാത്രി 9 മണിയോടെ സംഘം മുറിക്കുള്ളിൽ ഒത്തുകൂടി. അവർ തങ്ങളുടെ ദൗത്യം ആരംഭിച്ചു. മുകളിലെ കോൺക്രീറ്റ് മേൽക്കൂരയിലേക്ക് അവർ ഡ്രില്ലിംഗ് മെഷീനുകൾ ഉപയോഗിച്ച് സുഷിരങ്ങളിട്ടു. വലിയ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ മെഷീന്റെ അറ്റത്ത് തുണികളും മറ്റും വെച്ച് അമർത്തിയിരുന്നു. മണിക്കൂറുകൾ നീണ്ട കഠിനാധ്വാനത്തിനൊടുവിൽ സ്ട്രോങ് റൂമിന്റെ കൃത്യം നടുവിലേക്ക് ഒരു മനുഷ്യന് കടന്നു പോകാൻ പാകത്തിനുള്ള ചതുരാകൃതിയിലുള്ള ദ്വാരം അവർ നിർമ്മിച്ചു. ആ ദ്വാരത്തിലൂടെ ജോസഫും സംഘവും ബാങ്കിന്റെ സ്ട്രോങ് റൂമിലേക്ക് കയറി. അവിടെ ഉണ്ടായിരുന്ന വൻ ഇരുമ്പ് ലോക്കറുകൾ ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ച് അവർ മുറിച്ചു മാറ്റി. ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന തിളങ്ങുന്ന തങ്കവും കറൻസി നോട്ടുകളും അവരുടെ ബാഗുകളിൽ നിറഞ്ഞു. മൊത്തം 80 കിലോഗ്രാം തങ്കവും 25 ലക്ഷം രൂപയും അവർ കൈക്കലാക്കി. തിരികെ അതേ തുരങ്കത്തിലൂടെ താഴത്തെ മുറിയിലെത്തി. പുലർച്ചെയോടെ ഒരു വണ്ടിയിൽ അവർ അവിടെ നിന്ന് അപ്രത്യക്ഷരായി. പോകുന്നതിനു മുൻപ് വിരലടയാളങ്ങൾ നശിപ്പിക്കാൻ ചില രാസവസ്തുക്കൾ തളിക്കാനും ആ മാസ്റ്റർ മൈൻഡ് മറന്നില്ല. ഡിസംബർ 31 തിങ്കളാഴ്ച രാവിലെ 9:45 ബാങ്ക് ജീവനക്കാർ പതിവ് പോലെ എത്തിയപ്പോഴാണ് സ്ട്രോങ് റൂമിന്റെ തറയിൽ വലിയൊരു സുഷിരം കാണുന്നത്. ലോക്കറുകൾ തകർക്കപ്പെട്ടിരുന്നു. വൻ കൊള്ളയുടെ വിവരം കാട്ടുതീ പോലെ പടർന്നു. കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു അത്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ബാങ്ക് അരിച്ചു പെറുക്കി. താഴത്തെ മുറിയിൽ ഉപേക്ഷിക്കപ്പെട്ട ഗ്യാസ് സിലിണ്ടറുകളും ഡ്രില്ലിംഗ് മെഷീനും മാത്രമാണ് പോലീസിന് ലഭിച്ച ആദ്യ തെളിവുകൾ. എന്നാൽ അവ വാങ്ങിച്ച കടകളെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും വ്യക്തമായ വിവരമൊന്നും ലഭിച്ചില്ല. കെട്ടിട ഉടമയ്ക്ക് നൽകിയ വിലാസങ്ങൾ പരിശോധിച്ചപ്പോൾ അവയെല്ലാം തൃശ്ശൂരിലെയും മറ്റും വ്യാജവിലാസങ്ങളാണെന്ന് തെളിഞ്ഞു. മാധ്യമങ്ങൾ പോലീസിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചു. കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അന്നത്തെ മലപ്പുറം SP ആയിരുന്ന P. വിജയൻ IPSന്റെ നേതൃത്വത്തിൽ 30ഓളം മിടുക്കരായ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചു. DYSP പ്രദീപ് കുമാർ ആയിരുന്നു അന്വേഷണത്തിന്റെ മുൻനിരയിൽ. പരമ്പരാഗത രീതിയിലുള്ള ഒരു തെളിവും പ്രതികൾ അവശേഷിപ്പിച്ചിരുന്നില്ല. അതിനാൽ P. വിജയന്റെ കളി ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറ്റി. കൊള്ള നടന്ന ദിവസങ്ങളിലും അതിനു മുൻപുള്ള മാസങ്ങളിലും ചേലാമ്പ്ര ടവറിന്റെ പരിധിയിൽ വരുന്ന ലക്ഷക്കണക്കിന് മൊബൈൽ ഫോൺ കോളുകളുടെ ഡാറ്റ പോലീസ് ശേഖരിച്ചു. ഈ കൂറ്റൻ ഡാറ്റാബേസ് വിശകലനം ചെയ്യാൻ സൈബർ വിദഗ്ധരുടെ പ്രത്യേക സംഘം രാത്രി പകലാക്കി പണിയെടുത്തു. അതിനിടയിലാണ് ഒരു വിചിത്രമായ പാറ്റേൺ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരു പ്രത്യേക മൊബൈൽ നമ്പർ ഒക്ടോബർ മാസം മുതൽ ചേലാമ്പ്ര ടവർ പരിധിയിൽ വളരെ സജീവമായിരുന്നു. എന്നാൽ ഡിസംബർ 30 രാത്രിക്ക് ശേഷം ആ നമ്പർ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആയി. പിന്നീട് ഒരിക്കലും ഓൺ ചെയ്യപ്പെട്ടിട്ടില്ല. ബാബു എന്ന നിഴൽ മനുഷ്യനെ തേടി പോലീസ് ആ നമ്പറിന്റെ കോൾ ഹിസ്റ്ററി പുറത്തെടുത്തു. ആ നമ്പറിൽ നിന്ന് കോഴിക്കോട്ടുള്ള ഒരു ആഡംബര കാർ റെന്റൽ സർവീസിലേക്ക് വിളിപോയതായി കണ്ടെത്തി. പോലീസ് ഉടനെ അവിടെ എത്തി. കൊള്ള നടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ബാബു എന്നൊരാൾ അവിടെ വന്ന് ഒരു കോളിസ് കാർ വാടകയ്ക്കെടുത്തിരുന്നു എന്ന് മനസ്സിലായി. അതിനായി അവൻ നൽകിയ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഫോട്ടോ കോപ്പി പോലീസ് കണ്ടെടുത്തു. ലൈസൻസിലെ ചിത്രം വളരെ മങ്ങിയതായിരുന്നു. എങ്കിലും പോലീസ് ആ ചിത്രം കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒന്നുകൂടി വ്യക്തത വരുത്തി. തുടർന്ന് ബാങ്ക് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ ഉടമസ്ഥനെയും സമീപവാസികളെയും കാണിച്ച് ഈ വ്യക്തി തന്നെയാണ് മുറി വാടകയ്ക്കെടുത്ത ബാബു എന്ന് ഉറപ്പുവരുത്തി. അതായിരുന്നു കേസിലെ ആദ്യത്തെ വലിയ വഴിത്തിരിവ്. ഈ വ്യാജ ലൈസൻസ് ഉണ്ടാക്കാൻ പ്രതി ഉപയോഗിച്ച ഒറിജിനൽ ലൈസൻസ് നമ്പർ പോലീസ് കണ്ടെത്തി. അത് കോട്ടയം സ്വദേശിയായ ജോസഫിൻ്റെതായിരുന്നു. ജോസഫിന്റെ ഭൂതകാലം തിരഞ്ഞ് പോലീസിന് മനസ്സിലായി അവൻ അതിബുദ്ധിമാനായ ഒരു ക്രിമിനലാണ്. ജോസഫിന്റെ പഴയ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും നമ്പറുകൾ പോലീസ് സൈബർ സെല്ലിന്റെ കർശന നിരീക്ഷണത്തിലാക്കി. പ്രതികൾ തങ്ങളുടെ പഴയ സിമ്മുകൾ ഉപേക്ഷിച്ചെങ്കിലും പുതിയ സിം കാർഡുകൾ ഉപയോഗിച്ച് ബന്ധുക്കളെ വിളിക്കാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് ഊഹിച്ചു. ആ ഊഹം തെറ്റിയില്ല. കോഴിക്കോട്ടുള്ള രാധാകൃഷ്ണന്റെ വീട്ടിലേക്ക് ഒരു പുതിയ നമ്പറിൽ നിന്ന് കോൾ വന്നു. ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ അത് കർണാടകയിലെ ബാംഗ്ലൂർ ആയിരുന്നു. കേരള പോലീസിന്റെ സംഘം ഉടൻ തന്നെ സിവിൽ വസ്ത്രങ്ങളിൽ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു. അവിടെ അവർ പച്ചക്കറി കച്ചവടക്കാരായും തദ്ദേശീയരായും മാറി മാറി വേഷം ധരിച്ച് പ്രതികൾക്കായി കെണിയൊരുക്കി. പക്ഷേ ജോസഫ് അത്ര എളുപ്പം വീഴുന്നവനായിരുന്നില്ല. അവൻ നിരന്തരം ലൊക്കേഷനുകളും വണ്ടികളും മാറിക്കൊണ്ടേയിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് പ്രതികൾ തമിഴ്നാട്ടിലെ ഈറോഡ്, കോയമ്പത്തൂർ ഭാഗങ്ങളിലേക്ക് കടന്നതായി പോലീസിന് വിവരം ലഭിച്ചു. 2008 ജനുവരി അവസാന വാരം കോയമ്പത്തൂരിനടുത്തുള്ള ഒരു ആഡംബര വില്ലയിൽ പ്രതികൾ ഒത്തുകൂടിയിട്ടുണ്ടെന്ന കൃത്യമായ രഹസ്യ വിവരം P. വിജയന്റെ സംഘത്തിന് ലഭിച്ചു. തങ്ങൾ സുരക്ഷിതരാണെന്നും പോലീസ് തങ്ങളെ ഒരിക്കലും കണ്ടെത്താൻ പോകുന്നില്ലെന്നുമുള്ള അഹങ്കാരത്തിലായിരുന്നു പ്രതികൾ. മോഷ്ടിച്ച സ്വർണം ഒരുക്കി വിൽക്കാനും
ആ തുക ഉപയോഗിച്ച് പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാനുമുള്ള ചർച്ചയിലായിരുന്നു അവർ. അർദ്ധരാത്രി സമയം. വില്ലയ്ക്ക് ചുറ്റും കേരള പോലീസിന്റെ സായുധ സംഘം വേഷപ്രച്ഛന്നരായി നിലയുറപ്പിച്ചു. ഒരു ചെറിയ പിഴവ് പോലും പ്രതികൾ രക്ഷപ്പെടാൻ കാരണമാകാം. പെട്ടെന്ന് വാതിൽ തകർത്ത് അകത്തേക്ക് ഇരച്ചുകയറിയ പോലീസ് സംഘം പ്രതികളെ വളഞ്ഞു. കൺമുന്നിൽ തോക്കുകളുമായി നിൽക്കുന്ന കേരള പോലീസിനെ കണ്ട് ജോസഫും കൂട്ടരും അമ്പരന്നു. രക്ഷപ്പെടാൻ പോലും അവർക്ക് സമയം കിട്ടിയില്ല. ജോസഫ്, രാധാകൃഷ്ണൻ, ഷിബു, കനകേശ്വരി എന്നിവരെ പോലീസ് അവിടുന്ന് അപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുത്തു. അറസ്റ്റിന് ശേഷം തമിഴ്നാട്ടിലെയും കേരളത്തിലെയും വിവിധ ഒളിത്താവളങ്ങളിൽ നിന്ന് പ്രതികൾ ഒളിപ്പിച്ചിരുന്ന സ്വർണ്ണക്കട്ടികളും പണവും പോലീസ് ഒന്നിനു പുറകെ ഒന്നായി കണ്ടെടുത്തു. അതായത് 80 കിലോയോളം സുരക്ഷിതമായി വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നത് ഇന്ത്യൻ പോലീസ് ചരിത്രത്തിലെ തന്നെ അപൂർവമായ ഒന്നാണ്. എത്രയൊക്കെ ബുദ്ധി ഉപയോഗിച്ച് പ്ലാൻ ചെയ്താലും, കുറ്റവാളികൾ എത്ര വലിയ മാസ്റ്റർ മൈൻഡ് ആയാലും, നിയമത്തിന്റെ കൈകളിൽ നിന്നും ശാസ്ത്രീയമായ അന്വേഷണങ്ങളിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാനാകില്ല എന്ന് തെളിയിച്ച സംഭവമായിരുന്നു ചേലാമ്പ്ര ബാങ്ക് കവർച്ച. ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന ആസൂത്രണവുമായി ഇറങ്ങിയ ജോസഫിന്റെ സിംഹാസനമാണ് കേരള പോലീസിന്റെ അതിബുദ്ധിക്ക് മുന്നിൽ തകർന്നടിഞ്ഞത്.